നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ സീസൺ ആരംഭിക്കുകയായി. യെസ്, യുവേഫ സൂപ്പർ കപ്പ് കളി ഇതാ ബുധനാഴ്ച. 2 ദിവസത്തിനപ്പുറം സീസൺ ആരംഭിക്കുന്നു എന്നർത്ഥം. സൂപ്പർ കപ്പിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ജേതാക്കൾ PSG, യുവേഫ യൂറോപ്പ ലീഗിലെ ജേതാക്കൾ ആസ്റ്റൺ വില്ല ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഓഗസ്റ്റ് 13 പുലർച്ചെ 12:30 മിക്ക ടീമുകളുടെയും പ്രീ സീസൺ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് സീസണിനായിട്ട് അവർ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തുടങ്ങുന്നു. ഓഗസ്റ്റ് 13 പുലർച്ചെ 12:30 PSG ആസ്റ്റൺ വില്ലയും തമ്മിൽ സൂപ്പർ കപ്പിനായിട്ട് പോരാടുന്നതോടെ പുതുപുത്തൻ സീസൺ അങ്ങ് ആരംഭിക്കുക. FA കമ്മ്യൂണിറ്റി ഷീൽഡ് പോരാട്ടം പിന്നാലെ വരും. അത് ഞായറാഴ്ച രാത്രിയാണ് ആ മത്സരം. എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 16 രാത്രി ഇന്ത്യൻ സമയം 7:30 കമ്മ്യൂണിറ്റി ഷീൽഡിൽ ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ പോരടിക്കുന്നത്. പിന്നെ ലീഗുകൾ ഓരോന്നായിട്ട് ആരംഭിക്കുകയായി. ലലീഗയിലെ മത്സരങ്ങൾ ആരംഭിക്കുന്നു. ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 15 രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് അലാവസും ഗെറ്റാഫയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെ ലലീഗയിലെ മത്സരങ്ങൾ ആരംഭിക്കുകയായി. അതേസമയം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 21 ഇന്ത്യൻ സമയം പറയുമ്പോൾ ഓഗസ്റ്റ് 22 പുലർച്ചെ 12:30 ആഴ്സണൽ, നിലവിലെ ചാമ്പ്യന്മാരായ ആഴ്സണൽ കവൻട്രിയുമായിട്ട് ഏറ്റുമുട്ടുന്നതോടുകൂടി പ്രീമിയർ ലീഗിലെ മത്സരങ്ങൾ ആരംഭിക്കുകയായി. ലീഗ് 1 മത്സരങ്ങളിലേക്ക് പോയാൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടിയ PSG ഉള്ള ലീഗാണ് ലീഗ് 1. ആ ലീഗ് 1 മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 21 ഇന്ത്യൻ സമയം പറഞ്ഞാൽ ഓഗസ്റ്റ് 22 പുലർച്ചെ 12:15 മാഴ്സയും സ്ട്രാസ്ബർഗും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടുകൂടി ലീഗ് 1 പോരാട്ടങ്ങൾക്കും തുടക്കമാവും. ബൂണ്ടസ് ലീഗയിലെ പോരാട്ടങ്ങൾ കുറച്ച് വൈകിയാണ് ആരംഭിക്കുക. ഓഗസ്റ്റ് 29 പുലർച്ചെ 12 മണിക്കാണ് ബയേൺ മ്യൂണിക്ക് VfB സ്റ്റുട്ട്ഗർട്ടുമായിട്ട് ഏറ്റുമുട്ടുന്നത്. അവിടെ ആരംഭിക്കും ബൂണ്ടസ് ലീഗയിലെ പോരാട്ടങ്ങൾ. അതേസമയം ഇറ്റാലിയൻ സീരിയയിലെ പോരാട്ടങ്ങൾ ഓഗസ്റ്റ് 22 രാത്രി ഇന്ത്യൻ സമയം 10 മണിക്ക് യുഡിനീസിയും കോമോയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടുകൂടി ആരംഭിക്കാൻ. അതേ സമയത്ത് തന്നെ ഇന്റർ മിലാനും മോൺസയും തമ്മിലുള്ള കളിയുമുണ്ട്. എന്തായാലും ആരാധകരെ കാത്തിരുന്ന ആ സീസൺ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. വേൾഡ് കപ്പിന് ശേഷമുള്ള സീസണാണ്. പല താരങ്ങളും കൂടുമാറിക്കഴിഞ്ഞു. പല ടീമുകളുടെയും ഡൈനാമിക്സ് തന്നെ മാറിപ്പോയിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള പെർഫോമൻസ് അവർ നടത്തും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.